പാർത്ഥ, ഈ കേരളത്തിൽ ഇന്നോളം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം വർഗീയ വിഷം വമിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് SNDPയുടെ നേതൃത്വത്തിലുള്ള വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രചരിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള SNDP എന്ന സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഇങ്ങനെ വർഗീയ വിഷം വമിക്കുമ്പോൾ ആ സ്ഥാനത്തിരിക്കാൻ ഈ ഒരു വ്യക്തി അർഹനാണോ എന്നത് ഒന്നാമത്തെ ചോദ്യം. മറ്റൊരു ചോദ്യം, ഈ ഒരു വ്യക്തിയെ ചുമക്കാൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ഒരു വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. കള്ള് ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പ്രബോധനം തന്നിട്ടുള്ളത്. അതിന് വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കള്ള് കൊടുക്കരുത്, ചെത്തരുത്, കുടിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിദേശ മദ്യം കൊടുക്കരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് ആര്? ഇടയ്ക്ക് ഇറങ്ങിയ ഒരു പാട്ടായിരുന്നു, വെള്ളാപ്പള്ളി നടേശ ദൈവമേ ഞങ്ങളെ വാറ്റാൻ പഠിപ്പിച്ച ദൈവമേ, ഷാപ്പൊന്നും കൂട്ടാതെ നോക്കണം, ആ സംഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ അത് ഞാള ജാതി ഞാള ദൈവം എന്ന് പറഞ്ഞ ആളാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈഴോ മതം, അതെ അതാണ് എന്ന് പറഞ്ഞ ആളാണ് ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഇതിലെ ബേസിക് കാര്യം മനസ്സിലാക്കുക. ആ മനുഷ്യൻ അർഹനാണോ എന്ന് ഈ സമുദായക്കാരല്ലേ തീരുമാനം? അല്ല, വെള്ളാപ്പള്ളി നടേശൻ പൊതുവായി പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഈഴവരുടെ നേതാവാണ്. ഈഴവർ എന്നല്ല ഏതൊരു ജാതിക്കും ആ ജാതി സ്പിരിറ്റ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ ജാതി ഇല്ല മതം ഇല്ല എന്നൊക്കെ പറയുമ്പോഴും എല്ലാ ജാതിക്കാരും അവരുടെ പേരിൽ സംഘടനകൾ ഉണ്ടാക്കി അതിന്റെ നേതൃസ്ഥാനത്ത് കുറെ ആൾക്കാരെ വെച്ച് ഇതൊക്കെ പറയുമ്പോഴും എല്ലാ ഈഴവ ആളുകൾക്കും ഞങ്ങളുടെ ഒരു നേതാവ് അത് വെള്ളാപ്പള്ളി നടേശനാണ്. അയാളെ ആക്രമിക്കുന്നുണ്ട്, 100% ഉണ്ട്. അത് മലബാറിലേക്കുള്ള ഈഴവരല്ല ഞാൻ പറയുന്നത്. ഈ തെക്കൻ, അതായത് നമ്മൾ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എറണാകുളം കഴിഞ്ഞ് കോട്ടയം അങ്ങ് തിരുവിതാംകൂർ വരെയുള്ള ഈഴവരിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ ഏതെങ്കിലും തരത്തിൽ പറയുമ്പോൾ അത് ഞങ്ങളെ പറയുകയാണ്, ഞങ്ങളുടെ സ്വത്വബോധത്തെ പറയുകയാണ് എന്നൊരു ചിന്ത ഈഴവരിലുണ്ട്. പക്ഷെ അത് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം പിണറായി വിജയന്റെ രണ്ടാമത്തെ തുടർഭരണം വന്നതിന് ശേഷം ജനങ്ങൾ ഏകദേശം പാഠം പഠിച്ചു. അന്ന് പിണറായി വിജയനെ അനുകൂലിച്ചിരുന്ന ആളുകൾ തീർത്ത് ഇന്ന് എതിരെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ നോക്കൂ, CPMന്റെ ഒരു നിലപാട് എന്താ? CPMന്റെ നിലപാട് എന്ന് പറയുന്നത് പലപ്പോഴും അവരവർക്ക് വേണ്ടി അവരവരുടെ നിലപാടിനനുസരിച്ച് എന്ത് ചെയ്യും, അവരാരെയും വർഗീയവാദികളാക്കും. ഇപ്പം കർണാടകയിൽ നടന്ന ഒരു കുടിയൊഴിപ്പിക്കലിനെ അവർ വളരെ സുന്ദരമായിട്ട് മുസ്ലിം വിരുദ്ധമായിട്ടാണ് അവിടെ ചേരി ഒഴിപ്പിച്ചത്, മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ചാണ് അവിടെ ഒഴിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് റഹീം അവിടെ പോയി അറിയാത്ത ഇംഗ്ലീഷിന്റെ LLB കഴിഞ്ഞ മനുഷ്യനാണ്. ഏറെപ്പോയ ഒരു കാര്യം കൂടെ നമ്മൾ കണ്ടു. പക്ഷെ ഭാഷയുടെ പേരിൽ ആരെയും പുച്ഛിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ റഹീം തിരിച്ച ആളുകളെ പുച്ഛിക്കുന്ന ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ട്രോള് കുറവാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇതേ രീതിയിൽ എല്ലാ ആളുകളെ ഇപ്പം ഗസയിൽ വലിയ പ്രശ്നം വരുന്ന സമയത്ത് അതിനെ അനുകൂലിക്കുന്ന CPM, ഇവിടെ സമസ്തയെ പളർത്തിയിട്ട് ഒരു തങ്ങളുടെ ഭാഗത്തേക്കാക്കാൻ നോക്കുന്ന CPM, സരസ്വതി ദേവിയുടെ നഗ്ന ഫോട്ടോ വരച്ചുകൊണ്ട് അവരെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഇത് ചെയ്യുന്ന CPM, ഈ പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ കൂടെ കൂട്ടാൻ നിൽക്കുന്ന CPM. ഇതേ CPM തന്നെയാണ് ഈ ഇലക്ഷൻ സമയത്ത് ഒരു പ്രത്യേക സ്ട്രാറ്റജി CPM ഇവിടെ ഉപയോഗിക്കുകയാണ്. എന്താണ്? അതായത് ഈ ഹിന്ദുക്കളുടെ വോട്ട് വേണം, നിർബന്ധമായിട്ടും വേണം. അത് പ്രത്യക്ഷത്തിൽ CPMന് ഹിന്ദുക്കളുടെ വോട്ട് വേണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് മുസ്ലിങ്ങൾക്ക് പ്രശ്നമാവും, ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമാവും. അപ്പൊ വെള്ളാപ്പള്ളിയെ നാവാക്കുകയാണ്. വെള്ളാപ്പള്ളിയെ നാവാക്കിക്കൊണ്ട് പറയുന്നു ഈ മലബാറിലെ ഈ മുസ്ലിം ലീഗാണ് എല്ലാം നേതൃത്വം കൊടുക്കുന്നത്, UDF വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ കയ്യിലേക്കും കാര്യങ്ങൾ ഉണ്ടാവുക, വീണ്ടും ഒരു മാറാട് കലാപം ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾക്ക്, അതായത് SNDPക്കാർക്ക് യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആര് തന്നിട്ടില്ല, മുസ്ലിം ലീഗ് തന്നിട്ടില്ല എന്നൊക്കെയാണ് ആര് പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിലെ മുസ്ലിം ലീഗ് മതേതരമാണോ അല്ലയോ എന്നൊക്കെ ഒന്നുകൊണ്ട് മാറ്റി നിർത്താം. അത് നമുക്ക് വേറെ സമയത്ത് ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ UDFന്റെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്നറിയോ? ഈ പറയുന്ന അബ്ദുറബ്ബാണ്. മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസം കൊണ്ടുപോകുന്നത്. അന്ന് ഉന്നത വിദ്യാഭ്യാസം, അങ്ങനെയൊന്നുമില്ല, ഒറ്റ വിദ്യാഭ്യാസമാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇത് കൊടുത്തത് ആരാന്നറിയോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റാ, LDF ഒന്നുമല്ല, ഉമ്മൻചാണ്ടി ഗവൺമെന്റാ. അന്ന് എന്തേ മുസ്ലിം ലീഗ് ഇത് പാര വെച്ചോ അല്ലെങ്കിൽ വാശി പിടിച്ചോ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്? സഭയ്ക്ക് കൊടുത്തില്ലേ? NSSന് കൊടുത്തില്ലേ? SNDPക്ക് ഇപ്പൊ മലബാറിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറത്ത് SNDPക്ക് കോളേജ് ഉണ്ട്, കോഴിക്കോട് SNDPക്ക് എത്ര കോളേജുകളുണ്ട്? കൊയിലാണ്ടി കോളേജ് ഉണ്ട്, ചേളന്നൂർ കോളേജ് ഉണ്ട്, വടകര കോളേജ് ഉണ്ട്.
ഈ എല്ലാ സ്ഥലത്തും SNDP കോളേജ് ഉണ്ട്. കണ്ണൂരിൽ SNDP കോളേജ് ഉണ്ടല്ലോ, കാസർഗോഡ് SNDP കോളേജ് ഉണ്ടല്ലോ. എവിടെയാണ് അവർക്ക് കിട്ടാത്തതൊന്നുമല്ല പ്രശ്നം. ഇവിടെ കൃത്യമായി പിണറായി വിജയൻ പറയുന്ന ഒരു സ്ട്രാറ്റജി നടപ്പിലാക്കുകയാണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന വെള്ളാപ്പള്ളി ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ആ സ്ട്രാറ്റജി അതും കൂടി നമ്മൾ ആലോചിക്കണം. ബി.ജെ.പി ഈ സമയത്ത് പിണറായി വിജയനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ പല ആളുകളും രാഷ്ട്രീയം നോക്കാതെ ഒരു പക്ഷേ കോൺഗ്രസിന് വോട്ട് ചെയ്തേക്കാം. അങ്ങനെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് അവരെ മാറ്റി അത് നേരെ പിണറായി വിജയനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ദൗത്യം? ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ ദൗത്യം. അത് കൃത്യമായി വെള്ളാപ്പള്ളി പറയുമ്പോൾ ഈ വർഗീയത കൂടിയാണ് പറയുന്നത്. അപ്പം ഈഴവരായാലും ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്ഷമിക്കണം മറ്റ് ബ്രാഹ്മണ സമുദായത്തിലുള്ള ആൾക്കാരായാലും ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താണ്? ശരിയാണ്, ഈ പറയുന്ന ലീഗ് വളരെ വർഗീയവാദിയായ പാർട്ടിയാണ്. ബി.ജെ.പിയെ മാത്രം വർഗീയത എന്ന് പറയുകയും മുസ്ലിം ലീഗിനെ വർഗീയവാദി ആക്കാതിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം ആദ്യം തന്നെ ബി.ജെ.പിക്ക് തോന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ചിന്തിച്ച് ശരിയാണ്, ഇവർ വരുന്നതിനേക്കാൾ നല്ലത് പിണറായി വരുന്നതാണ് എന്ന് കരുതിയിട്ട് പിണറായിക്ക് വോട്ട് ചെയ്യും. ഇനി പിണറായിയുടെ രണ്ടാമത്തെ തന്ത്രം എന്താ? ഈ നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷ വോട്ടുകളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ നിയമപ്രകാരം ഒഴിപ്പിച്ച ഒരു ചേരിയിൽ അവിടെ മതം കുത്തിക്കലർത്തി ദേശീയ തലത്തിൽ വരെ വാർത്തയുണ്ടാക്കി ഉപുദ്ധിയെടുത്ത് ചെയ്തു കാര്യങ്ങൾ. അതായത് പറയുകയാണ്, നാളെ മുതൽ നിങ്ങൾക്കോ എനിക്കോ നിയമവിരുദ്ധമായി ഏത് സർക്കാർ ഭൂമിയും കൈയേറാം, നിങ്ങളുടെ മതം ഇന്നതായാൽ മതി, അല്ലെങ്കിൽ എൻ്റെ മതം ഹിന്ദുവോ ഇതോ, ഞങ്ങളെ ഹിന്ദുക്കളെ ആക്രമിച്ചേ അല്ലെങ്കിൽ ഞങ്ങളുടെ മുസ്ലിങ്ങളെ ആക്രമിച്ചേ എന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും ഫലപ്രദമായി വർഗീയത പറയുന്നവരാണ് അത് CPM ആണ്. എന്നിട്ട് പറയും ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഞങ്ങൾ ഈ മതവർഗീയവാദികളല്ല എന്ന് പറയും. പോട്ടെ, ഈ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയതിനെതിരെ CPI വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. ആ പ്രതികരിച്ച ബിനോയ് വിശ്വത്തിനെതിരെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഞാൻ ബിനോയ് വിശ്വം അല്ല, ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ഞാൻ ഇനിയും വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റും. എന്താണെന്നറിയാം ഒരു വിധേയത്വം? ആലോചിക്കണം, എന്തിനാണ് ഇയാളെ ഇങ്ങനെ വിധേയപ്പെട്ട് കൊണ്ടു നടക്കുന്നത്? വലിയ കച്ചവടമുണ്ട് ഇവർ തമ്മിൽ. വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ഗൾഫിൽ ഒരു വലിയ കേസിൽപ്പെട്ടു, അകത്ത് ജയിലിലായി. ആ സമയത്ത് ഇടപെട്ടവർ ആരൊക്കെയെന്നറിയോ? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇടപെട്ടത്. ആരാ? തുഷാർ വെള്ളാപ്പള്ളി. ബി.ജെ.പിയുടെ ഘടകകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കിടക്കുമ്പോൾ ബി.ജെ.പിക്കാർ ഇടപെട്ടു, അതിൽ കൂടുതൽ പിണറായി വിജയൻ ഇടപെട്ടു. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയ വിമർശകർ ആരോപിക്കുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്നത് ഒരിക്കലും ബി.ജെ.പി വിരുദ്ധതയല്ല, ബി.ജെ.പിക്ക് പറയാനുള്ളത് ആണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അത് ബി.ജെ.പിയും CPM തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമാണ് എന്ന് പലരും ആരോപിക്കുന്നുണ്ട്. അപ്പൊ അതിൽ എത്രത്തോളം വാസ്തവം? തോന്നലാണ്. കാര്യം എന്താണെന്നറിയോ? വെള്ളാപ്പള്ളി നടേശന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശന് ഇവിടെ കുറെ അധികം കേസുകളുണ്ട്. മൈക്രോ ഫിനാൻസ് കേസ്, ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ SNDP അയാളുടെ സ്വകാര്യ സ്വത്തുപോലെയാണ് കൊണ്ടു നടക്കുന്നത്. ആ സ്വകാര്യ സ്വത്തുമായി ബന്ധപ്പെട്ട് ഈ പ്രാതിനിധ്യ വോട്ടവകാശം മാറ്റി നിർത്തി എല്ലാവർക്കും വോട്ടവകാശം എന്നൊരു വിധി, സിംഗിൾ ബെഞ്ച് വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിനനുകൂലമായി സർക്കാരും അതിനനുകൂലമായി കേന്ദ്ര സർക്കാരും കൊടുക്കണം. എന്ത്? ഈ പറയുന്ന നിയമം ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പറയുന്നതെന്ന് അഫിഡവിറ്റ് കോടതിയിൽ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കളിയാണിത്. ഒന്ന്. രണ്ടാമത്തത്, ശാശ്വതീകാനന്ദയുടെ മരണം. ശാശ്വതീകാനന്ദ എന്ന് പറയുന്ന സ്വാമിജിയെ കുളത്തിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അത്രയും ബലിഷ്ഠനായ ഒരു സ്വാമിയെ മുക്കിക്കൊന്നു. അതിന്റെ പിന്നിൽ വെള്ളാപ്പള്ളിയാണ് എന്നാണ് പറയുന്നത്. ആ കേസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആരാന്നറിയോ? ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ്. അയാൾക്കെതിരെ ഹൈക്കോടതി പൊട്ടിത്തെറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ പോലും സർക്കാർ ഇടപെട്ട് അതിങ്ങനെ തെളിവില്ല, അതില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. അപ്പൊ പിണറായി വിജയൻ ഏറ്റവും കൂടുതലായിട്ട് സഹായം ചെയ്തു കൊടുക്കുന്നത് ആർക്കാണ്? ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശന് കേന്ദ്രത്തിന്റെ പിന്തുണ നിർബന്ധമാണ്. കേന്ദ്രത്തിന്റെ CBI ഉണ്ട്, ED ഉണ്ട്, മറ്റു പല അന്വേഷണ ഏജൻസികളുണ്ട്. ഇവർ വന്നാലും പെടും. അതുകൊണ്ട് മകനമെല്ലാം BJPയുടെ അതിലേക്ക് താഴ്ത്തിയിട്ട് ബാക്കി CPM ചെയ്തു കൊടുക്കുകയാണ്. ഈ റിപ്പോർട്ട് SNDPയുടെ ആളുകൾ, ഈ BDJS ആളുകൾ തന്നെ വോട്ട് ചെയ്താൽ ഇവിടെ BJP ജയിക്കില്ലേ? ആലപ്പുഴയിൽ BJP ജയിക്കില്ലേ? ഒരു മണ്ഡലത്തിലേക്കും BJP ജയിക്കില്ലേ? ജയിക്കുന്നുണ്ടോ? BJPക്കാരെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ്. ഞങ്ങൾക്ക് കുറെ സ്പൈസസ് ബോർഡ് വേണം, അത് വേണം, ഇത് വേണം. പക്ഷെ BJPക്കാർക്ക് ഇതറിയാം കേട്ടോ. അതുകൊണ്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല. അത് വേറെ കാര്യം. പിന്നെ ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ കൊണ്ടു നടക്കുന്നത് മാത്രമേ ഉള്ളൂ. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഇവിടെ CPM നിലനിർത്താനും തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും പിണറായി വിജയനെ മാക്സിമം മുന്നോട്ട് കൊണ്ടുവരാനും അതൊരു ഒരു ഈഴവ കൺസെപ്റ്റ് കൂടെയുണ്ട്. പിണറായി വിജയൻ ഒരു ഈഴവ മന്ത്രിയാണ്, ഞാനും ഒരു ഈഴവ നേതാവാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത്, ഇപ്പുറത്തുള്ളത് VD സതീശനാണ്, VD സതീശന് ഞങ്ങളോട് ബഹുമാനമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മനസ്സിലാക്കണം അത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ആ ഒരു ജാതി സ്പിരിറ്റ് കൊണ്ടാണോ ഈ വെള്ളാപ്പള്ളി നടേശനോടുള്ള ഒരു അടുപ്പം? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൾറെഡി ജാതി സ്പിരിറ്റ് ഉണ്ടല്ലോ.
നമ്മൾ പുറമേ കാണുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ചെത്തുകാരന്റെ മകനാണ്, ഞാൻ ആ കാസ്റ്റിൽ ജനിച്ച ആളാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾ CPM-ന്റെ ഒരു ബേസിക് ഉള്ള ഒരു കാര്യം എടുത്തു. കണ്ണൂർ രാഷ്ട്രീയത്തിലെ ആളുകളെയാണ് പരമാവധി ഈ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നത്. ആരാണ്, ഏത് കാസ്റ്റാണ്? രണ്ടേ രണ്ട് കാസ്റ്റുകളാണ് CPM-ന്റെ ഉന്നത നേതൃത്വത്തിലുള്ളത്. ഒന്ന് ഈഴവരും, രണ്ട് നായന്മാരും. നോക്കിയാൽ മതി. അല്ലാതെ ഈ പറയുന്ന CPM-ന്റെ വലിയ വിപ്ലവം വീര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അന്ന് CPM ആരംഭിച്ചതിന് ശേഷം ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് എന്തുകൊണ്ടാണ് EMS നമ്പൂതിരിപ്പാട് എന്നുള്ള വാക്കെടുത്ത് മാറ്റാഞ്ഞത്? ഞാൻ EM ശങ്കരൻ എന്നെന്താ പറയാത്ത? ഇപ്പോഴും പറയല്ലോ നമ്പൂതിരിപ്പാട് എന്നുള്ളത്. ഇനി പോട്ടെ, കോലിയക്കോട് കൃഷ്ണൻ നായർ MLA എന്നാണല്ലോ പറയാറ്, അല്ലേ? ഈ പറയുന്ന പല ആളുകളുടെയും പേരിന്റെ പുറകെ SRP എന്ന് പറയുന്ന ഇങ്ങനെ പല പേരുകൾക്കും പുറമെ നായരും നമ്പ്യാരും അതും ഇതും എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഇവർ പറയാൻ. ഇവർക്ക് ഇതൊന്നും പറ്റാത്ത എന്താ? ഈ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഗെയിമുകൾ മാത്രമാണ്. KR ഗൗരിയമ്മ മുഖ്യമന്ത്രി ആവാൻ വേണ്ടുന്ന സമയത്ത് KR ഗൗരിയമ്മ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു ചോവത്തി മുഖ്യമന്ത്രി ആവണ്ട എന്ന് പറഞ്ഞു EMS എന്ന്. ആലോചിക്കണം. അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നെങ്കിലും ഇപ്പോഴും എന്നാ പിന്നെ നമ്മൾ രണ്ടുപേരും ഏട്ടനും അനിയനും എന്നുള്ള നിലയ്ക്ക് അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നായർ ഈഴവ വലിയ രീതിയിലുള്ള ഒരു ഗ്യാങ് ഇവിടെ ഉണ്ട്, അത് സത്യമാണ്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുക. ഞാനിപ്പോൾ നായരാണ്, ഞാൻ നിരന്തരമായി സംസാരിക്കുന്നത് ഈവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ നിരന്തരമായി സംസാരിക്കുന്നത് പിന്നോക്ക ബാക്ക്വേർഡ് കാസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നെ ഇവരെല്ലാം പൊക്കി നടക്കും. ഞാൻ നിയമിക്കുന്നത് മൊത്തം ആരെയാണ്? എൻ്റെ ആളുകൾ. അപ്പോഴും ഈ പറയുന്ന ബാക്ക്വേർഡ് കാസ്റ്റ് ജയ് വിളിച്ചുകൊണ്ടിരിക്കും. അതാണ് തന്ത്രം, അതാണ് സൂത്രം. വളരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് പിണറായി വിജയന്റെ ഭാഗത്തുണ്ടാവുന്നത്. ഇത് മനസ്സിലാക്കാതെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. കേരളം ഞെട്ടാൻ പോകുന്ന 2 രഹസ്യങ്ങൾ ഈ അടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ച് വരാൻ പോകുന്നു എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. എനിക്ക് അതിന്റെ ആധികാരികത അറിയാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. ഞാൻ അത്തരത്തിലൊരു വിമർശനമല്ല ഉന്നയിക്കുന്നത്, വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു, എനിക്കറിയില്ല. അപ്പൊ അറിഞ്ഞാൽ അതിന്റെ വസ്തുത വന്നു കഴിഞ്ഞാൽ നമുക്കത് പറയാം. ആ സമയത്തും സഖാക്കൾ പറയും, എന്ത് ഇതൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല. ഇതിനു മുൻപ് പിണറായി വിജയന്റെ മകന് ഒരു സമൻസ് ED-യുടെ ഒരു സമൻസ് വന്നിട്ടുണ്ട്, അവരുടെ വെബ്സൈറ്റിൽ വരെ ഉണ്ട് എന്ന് പറഞ്ഞു. സമൻസ് വന്നിട്ടില്ലല്ലോ. അവരുടെ വെബ്സൈറ്റിൽ ഉണ്ട് എന്നാണല്ലോ മാത്രമല്ലോ. നിങ്ങളുടെ വെബ്സൈറ്റിൽ അങ്ങനെ ഒരു സമൻസ് കണ്ടാൽ ഞങ്ങൾ അനുവദിക്കില്ലല്ലോ, ഞങ്ങൾ സമ്മതിക്കില്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനത്തെ സമൻസ് കിട്ടിയില്ല. അപ്പോ വന്ന ആരോപണം BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതൊക്കെ എന്നല്ലേ? അല്ല, ഇനി വരുന്ന ആരോപണവും അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലോ? അല്ല, ഈ BJP-യും CPM-ഉം തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് ഒരുപാട് കാലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനെ കൃത്യമായി പൊട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാം? ഇനി വരുന്ന ഇലക്ഷനിൽ മത്സരം NDA-യും UDF-ഉം തമ്മിലായിരിക്കും, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NDA-യും UDF-ഉം തമ്മിലായിരിക്കും മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യയുടെ ഭാഗമാണോ LDF? അങ്ങനെയല്ല, LDF ചിത്രത്തിലേ ഇല്ല എന്നുള്ളതല്ലേ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്? ചിത്രത്തിലേ ഇല്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം ഇവിടെ LDF ഇപ്പൊ നിലവിൽ ഇവിടെ ഭരിക്കുന്നത് ഇപ്പൊ LDF സർക്കാരല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും കേരളത്തിലെ BJP ആളുകൾക്കിടയിലേക്ക് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മുമ്പ് പല ആളുകളായിട്ട് പല അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയാം, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഇത് ഒന്ന് പൊളിറ്റിക്കൽ രീതിയിലുള്ള ഒരു ഭാഗമുണ്ട്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉള്ള ഒരു കറക്റ്റായ ആശയത്തിന്റെ ഒക്കെ നിലനിൽക്കുന്നു. പക്ഷെ ആശയമൊന്നും ഇല്ല ഇപ്പോൾ, എന്നാലും വെറുതെ ചുമ്മാ പറയുന്ന ഒരു ഭാഗമുണ്ട്. 2, ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട്. ഈ പറയുന്ന UDF-നെയും കോൺഗ്രസിനെയും എല്ലാ ആളുകളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു നെക്സസ് ഉണ്ട്. ആ നെക്സസ് ആണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നെക്സസ് എപ്പോഴും എല്ലാ പാർട്ടിക്കാരും തമ്മിൽ ലിങ്ക്ഡ് ആണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇന്നേ ഒരു അധികാരത്തിൽ വന്ന ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എതിർഭാഗത്തുള്ള ഏതെങ്കിലും ഒരു പ്രമുഖ പാർട്ടിയിലെ നേതാവിനെ അഴിമതി കേസിൽ പിടിച്ചകത്തിട്ടുണ്ടോ? ഉണ്ട്. ആരെന്നറിയോ? ആർ ബാലകൃഷ്ണപിള്ളയെ പിടിച്ചകത്തിടേണ്ടത് VS ഒറ്റയ്ക്ക് പോരാടിയത് കൊണ്ടും VS-ന് അന്ന് പാർട്ടി ഒരു സഹായവും ചെയ്തു കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ VS സംസാരിച്ചപ്പോൾ VS-നെതിരെ അന്ന് പറഞ്ഞത് പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആയിരുന്നു. അദ്ദേഹത്തെ ആ ഭരണം മുൻപോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പാർട്ടി തോറ്റുകൊടുത്തു എന്ന ആരോപണം വരെ വന്നിട്ടുണ്ട്. മനസ്സിലാക്കണം. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ചുകൊണ്ട് 2ാം അധികാരത്തിന് വേണ്ടിയാണ് CPM ശ്രമിക്കുന്നത്. മറുഭാഗത്ത് മുസ്ലിം സംരക്ഷകർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ചാക്കിട്ട് പിടിക്കാനും ആര് ശ്രമിക്കുന്നുണ്ട്?
ഈ പറയുന്ന CPM ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം വിവരമുള്ള ആളുകൾക്ക്, പൊളിറ്റിക്സ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വെള്ളാപ്പള്ളിയെ പോലെ ഒരാളെ താങ്ങി നടക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ഈ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ പറഞ്ഞു നടക്കുന്ന ഇയാളെ SNDPയുടെ സ്ഥാനത്ത് നിന്നൊക്കെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.